കർഷക സമരത്തിന് സാക്ഷ്യം വഹിക്കാൻ ഒരുങ്ങി ഡൽഹി. ട്രാക്ടറുകളിൽ ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനാണ് കർഷകരുടെ തീരുമാനം. എന്നാൽ കർഷകർ അതിർത്തി കടക്കാതിരിക്കാൻ ഡൽഹി അതിർത്തിയിലും ഹരിയാന അതിർത്തിയിലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ഈ പ്രദേശം അടച്ചിട്ടിരിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ER രാഗേഷ് ആണ് ചേരുന്നത്. രാഗേഷ്, താങ്ങുവില ഉറപ്പാക്കാൻ നിയമം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡൽഹി ചലോ പ്രക്ഷോഭത്തിന് കർഷകർ ഒരുങ്ങിയിട്ടുള്ളത്. അതേസമയം പ്രക്ഷോഭം തടയുവാനുള്ള എല്ലാ ക്രമീകരണങ്ങളുമാണ് ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. എന്താണ് കർഷകരുടെ നിലപാട്? പ്രക്ഷോഭം ഏത് നിലയിലാണ് മുന്നോട്ട് പോകുന്നത്? അഭിലാഷ്, ഒരു ഇടവേളയ്ക്ക് ശേഷം ഡൽഹി വീണ്ടും കർഷക സമരത്തിന് വേദിയാവുകയാണ്. ഇന്നലെ ഈ സമരക്കാരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ, ഒപ്പം തന്നെ അർജുൻ മുണ്ട എന്നിവരുടെ നേതൃത്വത്തിൽ ചണ്ഡീഗഡിൽ കർഷകരുമായി ചർച്ച നടത്തിയിരുന്നു. ഏതാണ്ട് 5 മണിക്കൂറിലധികം ഈ ചർച്ച നീണ്ടുനിൽക്കുകയും ചെയ്തു. എന്നാൽ ചർച്ച പരാജയമായിരുന്നു. ഏതായാലും മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് കർഷകർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 2500-ലധികം ട്രാക്ടറുകളിൽ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് കർഷകരുടെ തീരുമാനം. പഞ്ചാബിൽ നിന്നാണ് കർഷകർ ഈ ഡൽഹി ചലോ യാത്ര ആരംഭിക്കുന്നത്. അങ്ങനെ പഞ്ചാബിൽ നിന്ന് ഹരിയാന കടന്നുകൊണ്ട് ഡൽഹിയിലെത്തുക, അതാണ് കർഷകരുടെ ലക്ഷ്യം. പക്ഷേ ഈ യാത്ര അല്ലെങ്കിൽ ഈ മാർച്ച് ഡൽഹിയിൽ എത്താതിരിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ഡൽഹി പോലീസും ഒപ്പം തന്നെ ഹരിയാന പോലീസും നടത്തുന്നുണ്ട്. 2 അതിർത്തികളും, അതായത് ഹരിയാനയും പഞ്ചാബും തമ്മിലുള്ള അതിർത്തികളൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. ഒപ്പം ഹരിയാനയും ഡൽഹിയും തമ്മിലുള്ള അതിർത്തിയും ഇതിനോട് തന്നെ അടച്ചിട്ടുണ്ട്. അതായത് കോൺക്രീറ്റ് ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പല അതിർത്തികളും അടച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരുമ്പ് കൊണ്ടുള്ള ബാരിക്കേഡുകൾ, അത് പല തട്ടുകളാക്കി തിരിച്ചുകൊണ്ട് ഒരു തരത്തിലും കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കരുത് എന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഡൽഹിയിലാകട്ടെ വലിയ സുരക്ഷാ വലയത്തിലാണ് ഡൽഹി ഉള്ളത്. പ്രത്യേകിച്ച് മെട്രോകളിൽ കയറിക്കൊണ്ട് കർഷകർക്ക് വേണമെങ്കിൽ ഡൽഹിയിൽ എത്താം. പ്രത്യേകിച്ച് മന്ത്രിമാരുടെ വസതിയും മറ്റും സെൻട്രൽ ഡൽഹിയിൽ, വസതികളെല്ലാം തന്നെ സെൻട്രൽ ഡൽഹിയിലാണുള്ളത്. അപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ കർഷകർ എത്തുമോ എന്നുള്ള ഒരു മുൻകരുതലിന്റെ അടിസ്ഥാനത്തിൽ ഈ മന്ത്രിമന്ദിരങ്ങൾക്കടക്കം ഔദ്യോഗിക വസതികളുടെ സമീപത്തടക്കം വലിയ സുരക്ഷയും പോലീസ് വിന്യാസവും ഒക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും 2020-ലാണ് ഇതിനു മുമ്പ് കർഷക സമരത്തിന് ഡൽഹി വേദിയായത്. അന്ന് കാർഷിക പരിഷ്കരണ നിയമം കേന്ദ്ര സർക്കാർ നടപ്പാക്കിയതിന് പിന്നാലെയായിരുന്നു ഡൽഹിയിൽ വലിയ സമരം കർഷകർ നടത്തിയത്. പിന്നീട് ഈ സമരം പിൻവലിക്കാത്തതിനെ തുടർന്ന്, ശക്തമായതിനെ തുടർന്ന് പ്രധാനമന്ത്രി തന്നെ ഈ നിയമം പിൻവലിക്കുന്നു എന്ന് അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് കർഷകർ അന്ന് സമരം പിൻവലിച്ചത്. പക്ഷേ അന്ന് നൽകിയ ചില ഉറപ്പുകൾ ഇതുവരെ കേന്ദ്ര സർക്കാർ പാലിച്ചിട്ടില്ല എന്നാണ് പ്രധാനമായും കർഷകർ ഇപ്പോൾ ആരോപിക്കുന്നത്. ഏതായാലും ഇത്തവണ കർഷകർ സമരം ചെയ്യുന്നത് 5 ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് താങ്ങുവില, അത് ഉറപ്പാക്കണമെന്ന ആവശ്യം കർഷകർ മുന്നോട്ട് വെക്കുന്നുണ്ട്. പ്രത്യേകിച്ച് താങ്ങുവിലയുടെ സംബന്ധിച്ച് നിയമസംരക്ഷണം നൽകുമെന്ന് നേരത്തെ കേന്ദ്ര സർക്കാർ ഉറപ്പ് നൽകിയിരുന്നതാണ്. പക്ഷേ അത് ഏതായാലും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് പ്രധാനമായും കർഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, നേരത്തെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല കേസുകളും കർഷകർക്കെതിരെ എടുത്തിട്ടുണ്ട്. ആ കേസുകളൊക്കെ തന്നെ പിൻവലിക്കാൻ തയ്യാറാകണം. മറ്റൊന്ന്, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളണമെന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വെക്കുന്നു. നാലാമതായി ലഖിംപൂർ ഖേരിയിൽ നേരത്തെ കേന്ദ്രമന്ത്രിയുടെ മകൻ ആ കർഷകർക്ക് നേരെ വാഹനം ഇടിച്ചു കയറ്റിയ സംഭവം ഉണ്ടായിരുന്നു. ആ സംഭവത്തിൽ ഇതുവരെ നീതി ഉറപ്പായിട്ടില്ല. പക്ഷെ അത് നീതി ഉറപ്പാക്കാനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്ത് വേണം. മറ്റൊന്ന്, കർഷകർക്ക് പ്രതിമാസം 10,000 രൂപ അലവൻസ് നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി കർഷകർ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ കർഷകർ ഡൽഹിയിലേക്ക് എത്തുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. പ്രത്യേകിച്ച് കഴിഞ്ഞ സമരത്തിന്റെ അനുഭവം കണക്കിലെടുത്തുകൊണ്ട് ഹരിയാന അതിർത്തിയിലടക്കം വലിയ സുരക്ഷ ശക്തമാക്കുകയും അടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ആ സാഹചര്യത്തിൽ ഡൽഹിയിലേക്ക് എത്താൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. ഏതായാലും സമരവുമായി മുന്നോട്ട് പോകുമെന്ന് കർഷകർ അറിയിച്ചിട്ടുണ്ട്. ഈ സമരക്കാരെ അന്വയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് തുടരാൻ തന്നെയാണ് ഈ ഘട്ടത്തിൽ സാധ്യത. എന്തായാലും 2ാം നരേന്ദ്രമോദി സർക്കാർ ആകെ മുട്ടുമടക്കിയത് ഈ കർഷകർക്ക് മുന്നിൽ ആയിരുന്നു. ആ കർഷകർ വീണ്ടും ഡൽഹിയിലേക്ക് അടുക്കുകയാണ്. താങ്ങുവിലയ്ക്ക് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷകർ പ്രതിഷേധവുമായി എത്തുന്നത്. അത് തടയാനാണ് ഭരണകൂടത്തിന്റെ ശ്രമം. ഇങ്ങനെ